ഇപ്പോൾ ഷാജി കൈലാസ് സാറിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചേച്ചി ആദ്യം ചെയ്തിട്ടുള്ള മൂവി അതാണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മെഡിക്കൽ കുടുംബമൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ ചേച്ചി എങ്ങനെയാ ഒരു സിനിമയെ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ എത്തിയത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്യായിരുന്നു. 95 തൊട്ട് 2007 വരെ ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു സൂര്യ ടി വിയിൽ, സ്റ്റാർ ടോക്ക് എന്ന് പറയുന്ന ഷോയിൽ. ആ ഷോയുടെ ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹം ചോദിച്ചത്, ആ ക്യാരക്ടർ പാർവതിക്ക് ചെയ്യാലോ, ഇത് അവരൊരു അമ്മ, പത്മപ്രിയയുടെ അമ്മയായിട്ട് അഭിനയിക്കേണ്ട, എനിക്കൊന്ന് മേരി റോയ്, അരുന്ധതി റോയ് രണ്ടുപേരെയും പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുള്ളൊരു, അങ്ങനെ ആണ് അത് കൺസീവ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കും, പാർവതിക്ക് ചെയ്യാലോ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് വന്ന് അഭിനയിക്കാൻ പറഞ്ഞു. 3 ദിവസമേ ഉള്ളൂ എനിക്ക്, 3 ദിവസം പോലും, 2 ദിവസം ഷൂട്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇദ്ദേഹം പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കും, കാരണം ഞങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡോക്ടറാണ് എൻ്റെ അമ്മ. രാധികയുടെ എല്ലാ ഡെലിവറി അമ്മയാണ് നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ്, ഞാൻ രാധികയും വളരെ വർഷങ്ങളിൽ സൗഹൃദമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞത് നീ പോയി ചെയ്തിട്ട് ആ ടൈപ്പായിരുന്നു. അങ്ങനെ പോയി ചെയ്തതാണ്. ഞാൻ അല്ല പ്രിപ്പയർഡ് അല്ല, ഡയലോഗ് കാണാതെ പഠിച്ച് പറഞ്ഞു, ടേക്കൊക്കെ ഓക്കെ പറഞ്ഞു. ഞാനത് അതിൻ്റെ പ്രോസസ്സ് എൻജോയ് ചെയ്തില്ല. ഷായ്സാറിന് എപ്പോഴും ദേഷ്യം വരും ഞാൻ ഇത് പറയുമ്പോൾ, പക്ഷെ ഞാൻ എൻ്റെ പ്രോസസ്സ് സത്യമായിട്ട് എൻജോയ് ചെയ്തില്ല. മാല പാർവതി ലൈൻ പറഞ്ഞു, വേഷം ഇവരാരോ ഇട്ട് തന്നു, അങ്ങനെ അല്ലാതെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, ഒരു വേറൊരാളായി അതുണ്ടായിരുന്നു.